ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇന്ന് നിങ്ങളിലേക്ക് നടക്കട്ടെ. ഏറ്റവും നല്ല എനർജി ആയിരിക്കട്ടെ. പൗർണമിയൊക്കെ കഴിഞ്ഞതാണ്. പൗർണമി റിച്വൽ ഞാൻ ഇന്നലെ എഴുതിയ ആൾക്കാരുടെയൊക്കെ പേര് എഴുതി റിച്വലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഭഗവാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം ആവട്ടെ. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എല്ലാപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? റിജക്ട് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിൽ കൊണ്ടുവന്ന് അതിനുള്ള റീഡിംഗ് ആവണേ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ എന്താ പൗർണമി മെഡിറ്റേഷനില് അതില് പൗർണമി റീഡിങ്ങിന് വേണ്ടി വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ആദ്യം കരിയർ കാർഡ് എന്നുള്ള നിവേദ്യം ഭഗവതിയുടെ കാർഡാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ദേവി എന്താണ് നിങ്ങളോട് പറയണത് എന്ന് നോക്കാം. ഹരേ ഗുരുവായൂരപ്പ. അപ്പോ നമ്മള് ഇന്നിവിടെ ഒറാക്കിൾ കാർഡുകളുടെ സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നിവേദ്യം എന്നുള്ള ദേവി ഒറാക്കിൾ കാർഡാണ്. മൂകാംബിക ദേവിയുടെ ബ്ലെസ്സിങ്സ് ഉള്ള കാർഡാണ് ഇത്. രണ്ടാമത്തെ റോയിൽ വച്ചിരിക്കുന്നത് നമ്മുടെ ഉടുപ്പി കൃഷ്ണന്റെ ബ്ലെസ്സിങ്സ്, അതായത് ഉടുപ്പി കൃഷ്ണൻ കൊടുത്ത വരദാനമാണ് ഈ ഒരു കാർഡ്. അപ്പോ അദ്ദേഹത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രണയ ഒറാക്കിൾ കാർഡായ രാധാമാധവൻ കാർഡാണ്. അടുത്ത കാർഡ് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുള്ള ഏഞ്ചൽ കാർഡാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ആദ്യം തന്നെ യോഗിനി ദേവിയാണ് വന്നിരിക്കുന്നത്. സ്വയം അന്വേഷിക്കുകയും തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചഞ്ചലതയെ മറികടക്കാൻ നിങ്ങൾക്കാവും. ഇപ്പൊ നിങ്ങൾക്കൊരു ചാഞ്ചാട്ടം ഇല്ലേ, എന്ത് ചെയ്യണം അങ്ങനെ എല്ലാവരും ഇപ്പൊ ഇതിൽ എന്നെ വിളിക്കുന്ന പകുതിയിലധികം ആളുകളും അവർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അത് തെറ്റത്, അവർക്കത് ഇതിന് വിട്ടു പോകണോ, തിരിച്ച് ഇതിൽ തന്നെ നിൽക്കണോ, സ്റ്റിക്ക് ഓൺ ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, ഒന്നും അറിയാതെ നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ചിലർക്ക് വിചാരിക്കും ചില സമയത്ത് ഇത് ഇട്ടിട്ട് പോയാ മതി, ഈശ്വര എനിക്കിതൊന്നും ഇനി അനുഭവിക്കാൻ വയ്യ. അതേ സമയം തന്നെ നിങ്ങൾക്ക് തോന്നും അയ്യോ ഭഗവാനെ എനിക്കിത് വിടാൻ പറ്റില്ല, അത് എന്റെ ഏറ്റവും പ്രാണനാണെന്നുള്ളൊരു തോന്നൽ വരും. ഈ രണ്ട് തോട്ടാണ് നിങ്ങൾ നിന്ന് കളിക്കുന്നുണ്ടാവുക അല്ലെ. അടുത്ത നിമിഷം എടുത്ത് എറിയണമെന്ന് തോന്നും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്ന് തോന്നും. അങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ പകുതിയിലധികം ആളുകളുടെ മനസ്സിൽ കൂടെ പോകുന്നത്. മറ്റേ നിറം സിനിമയിൽ പറയുന്ന പോലെ കൈപ്പോളജി കൊണ്ട് ഇറക്കാനും വയ്യ, മodification കൊണ്ട് തുപ്പാനും വയ്യ പറഞ്ഞ പോലത്തെ അത്രയ്ക്ക് അവസ്ഥയാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം ഈ കാർഡ് റീഡിംഗ് കാണുന്നതിൽ പകുതിയിലധികം ആളുകൾ അങ്ങനെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ഹീലിംഗ് ചെയ്യുക. അതായത് സ്വയം നമ്മളെ വിലയിരുത്തുക, നമ്മുടെ പവർ തിരിച്ചറിയുക, നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ചഞ്ചലതയെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനെന്താ ഞാൻ പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കോച്ചിങ് നമ്മുടെ ലൈഫ് കോച്ചിങ്ങിൽ സെൽഫ് ലവ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലെങ്ങനെയൊക്കെയാണ് സെൽഫ് ലവ് മെഡിറ്റേഷൻ എന്താണ്, മിറർ മെഡിറ്റേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ കുറെ സെൽഫ് ലവ് അഫർമേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സെൽഫ് ലവ് സ്വിച്ച് വേർഡുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വേണമെന്നുള്ളൊരു എന്താ പറയാ ഈ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഞാൻ ബോണസ് ആയിട്ട് തരുന്നതായിരിക്കും. അല്ല ഇനിയിപ്പോ കോഴ്സിൽ ചേർന്ന് പഠിക്കാനാണ് താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്വയം നിങ്ങളെ ഹീൽ ചെയ്യുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങളൊന്ന് ഹഗ് ചെയ്ത് നോക്കൂ. കണ്ണാടിയുടെ മുമ്പത്ത് നിന്നിട്ട് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ഹഗ് ചെയ്യുക, സെൽഫ് ഹഗ്ഗിങ് ചെയ്യുക. എങ്ങനെയാണ് എനിക്ക് എന്നെ സെൽഫ് ഹഗ്ഗിങ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? വലത് കൈ ഇടത് തോളിനോട് ചേർത്ത്, ഇടത് കൈ വലത് തോളിനോട് ചേർത്ത് നിങ്ങളൊന്ന് ഐ ലവ് മീ അല്ലെങ്കിൽ എന്താ പറയാ, ഐ ലവ് നിങ്ങളുടെ പേര് പറയും. അപ്പൊ എന്റെ പേര് ദർശന എന്നാണ്. അപ്പൊ ഞാൻ നമ്മൾ സെൽഫായിട്ട് വിളിക്കുന്ന സെൽഫ് ടോക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ദർ എന്നുള്ള പേരാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ അല്ല എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ദർശനം എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു പേര് വെച്ച് അപ്പൊ ഐ ലവ് യു ദർ ഞാൻ നിരന്തരം പറയുന്ന ഒരു വേർഡാണ്. എനിക്ക് അങ്ങനെ ആരും ഇല്ല, ചുറ്റും ആരും ഇല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഒരുപാട് ആളുകൾ ചുറ്റും ഉണ്ടെങ്കിലും നമുക്ക് ചില സമയത്ത് ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളൊരു അവസ്ഥ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ ഞാൻ ഐ ലവ് യു ദർ
റിയലി റിയലി ലവ് യു, ഇങ്ങനെ പറയും. അപ്പൊ ഇങ്ങനെ ഉള്ള വേർഡുകൾ നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളെ തന്നെ സെൽഫ് ഹീലിംഗ് ചെയ്യാനാണ് യോഗിനി ദേവി ആദ്യം പറയുന്നത്. അടുത്തത് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കരിയറില് സകല സൗഭാഗ്യങ്ങളും നിങ്ങളെ സഹചാരിയാവുന്നത് കാലവിളംബമല്ല. അതുപോലെ നിങ്ങളിലേക്ക് ഐശ്വര്യം വരികയാണ്, ഐശ്വര്യ ദേവത കടന്നു വരികയാണ്. കണ്ടില്ലേ എത്ര ഗോൾഡും. മഹാലക്ഷ്മി ദേവി ഗോൾഡൻ കളർ സാരി ഉടുത്തിട്ടാണ് മഹാലക്ഷ്മി ദേവി വരുന്നത്. എല്ലാവരും വരവേൽക്കണം ദേവിനെ അല്ലെ. മഹാലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വസിക്കണം എന്നുണ്ടെങ്കിൽ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്, അറിയാലോ. ദേവി ക്ഷിപ്ര പ്രസാദിനി ആണെങ്കിലും പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിൽക്കില്ല, അവര് അടുത്തവിടേക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ദേവീനെ നിർത്തണമെങ്കിൽ നമ്മൾ നല്ലപോലെ മെനക്കെട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പൗർണമിയാണ്, എല്ലാവരും വീടൊക്കെ അടിച്ച് തുടച്ച് ശുദ്ധമാക്കിയിട്ടുണ്ട്. നാളെ പിന്നെ അതേപോലെ കുംഭം 1-ാം തീയതിയാണ്. കുംഭമാസത്തില് ഒരുപാട് നാളിലെ കുംഭഭരണി അങ്ങനെയുള്ള ഒരുപാട് ഉത്സവങ്ങളൊക്കെ ഞങ്ങളുടെ പാലക്കാടൊക്കെ കുംഭത്തിലാണ് ആഘോഷങ്ങള് തുടങ്ങാറുള്ളത്. വേലകളുടെ തുടക്കം, പാലക്കാടിലെ വേലകളുടെ 6 മാസം ഞങ്ങളുടെ അവിടെ ഉത്സവങ്ങളുടെ കൈലാസമായിരിക്കും. അപ്പൊ പാലക്കാടൻ വേലകൾ തുടങ്ങുന്നത് ഇപ്പൊ മുതലാണ്, കുംഭമാസം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ ഇവിടെ എന്തിനാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ എല്ലാവരും ഐശ്വര്യമായിട്ടിരിക്കാൻ ശ്രമിക്കുക. വീട് മുഴുവൻ ക്ലീൻ ചെയ്യുക, അതേപോലെ അടുക്കി പറക്കി വെക്കാനുള്ളത് വെക്കുക, കിച്ചൺ ക്ലീൻ ചെയ്യുക. പിന്നെ എന്താ, നിങ്ങൾ സുന്ദരമായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള ഡ്രസ്സും കൂത്ര ഡ്രസ്സും ഇട്ട് തലയൊന്നും മുടി വരണ്ടി കെട്ടാതെ ഇങ്ങനെയായിട്ട് ചപ്പിരി തലയൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി വന്നു കഴിഞ്ഞാൽ വന്ന പോലെ ഇറങ്ങിയോട്ടും. അപ്പൊ വീട്ടിലെ വിളക്ക് എന്ന് പറയുന്നത് ലേഡീസ് ആണ്. ലേഡീസ് മാത്രമല്ല, പുരുഷന്മാര് രാത്രി നേരം വെളുത്തിട്ട് ഉച്ചവരെ വീട്ടിൽ കിടന്നിറങ്ങിയാലും അവിടെ മഹാലക്ഷ്മി ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ആരെങ്കിലൊക്കെ നിങ്ങളുടെ മക്കളൊക്കെ അത്രയും നേരം കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ തട്ടി ഉണർത്തി അവരെ എണീപ്പിക്കണം. ഓക്കെ, അപ്പോ വീട്ടിന്റെ വിളക്ക് എന്ന് പറയുന്നത് പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞാലും അത് വിളക്കിനെ തെളിയിക്കേണ്ടത് ആണുങ്ങളാണ്. ഈക്വലാണ്, രണ്ടുപേരും ഈക്വലാണ്. അപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഏറ്റവും സന്തോഷകരമായി നിന്നാലേ മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരുള്ളൂ. ഐശ്വര്യ ദേവത നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് അഭയാദേവിയാണ്. അഭയാദേവി എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകൾ കൊണ്ടുപോലും മറ്റൊരാൾക്ക് അഭയമാകുക എന്നുള്ളത് നിങ്ങളുടെ നിയോഗമാണ്. ചിലപ്പോൾ ഹീലേഴ്സ് ആകും നിങ്ങൾ. ഈ കാർഡ് കാണുന്നതിൽ ആരെങ്കിലും ഹീലർ, എന്തെങ്കിലും പ്രാണിക് ഹീലിംഗോ റേക്കി ഹീലിംഗോ ഹീലറോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഡോക്ടേഴ്സോ നഴ്സുമാരോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും കൗൺസിലേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഇതിൽ കാണുന്ന ആൾക്കാർ. ഇങ്ങനെയൊന്നും അല്ലെങ്കിലും നിങ്ങളുടെ ഒരു വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയും, നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചാൽ തന്നെ എന്റെ പകുതി പ്രശ്നങ്ങളും പോകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ചെയ്യുക, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് എന്താണ്, നിങ്ങളുടെ നിയോഗമാണ്. അപ്പൊ നിങ്ങളെ സന്തോഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ ഇനിയിപ്പോ അപ്പൊ ഇതിൽ കാണുന്ന ആൾക്കാർ ഇപ്പൊ ടാരോ ഒക്കെ പഠിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എന്റെ അടുത്തേക്ക് ഒരുപാട് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് വരുന്നതിനേക്കാൾ എത്രയാണ് 100 ഇരട്ടി ആളുകളാണ് എന്റെ അടുത്തുനിന്ന് ഹീലിങ്ങിന്, എന്റെ ആശ്വാസവാക്കിനും വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ അത് എന്റെ നിയോഗമാണ്. അപ്പൊ സ്കൂൾ ടീച്ചർ ആയിരുന്ന ഞാൻ ഇവിടെ നിങ്ങളെ ഹീൽ ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിച്ച് എന്റെ വാക്കുകളിലൂടെ പലരും കമന്റ് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. ഇതിന്റെ താഴെ മാഡം പറയുന്നത് സത്യമാണോ, 100% സത്യമാണെന്നൊക്കെ പറഞ്ഞ കമന്റ് കാണില്ലേ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ആശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഏറ്റവും കിട്ടുന്ന ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ നിങ്ങളും ഇപ്പൊ ഈ കാർഡ് കാണുന്നതിൽ 10-ലധികം ആളുകളും ഏറെക്കുറെ എല്ലാവരും തന്നെ എന്ന് പറയാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടു. നിങ്ങൾ അങ്ങനെ സന്തോഷിപ്പിച്ചത് കൊണ്ടാണല്ലോ നിങ്ങളിപ്പോ ഈ ഒരു റീഡിംഗ് ഒക്കെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള കാർഡുകളോ ഇങ്ങനെയുള്ള വീഡിയോകളോ നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിയോഗമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ദേവി നിങ്ങളോടെന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മുടെ പ്രണയത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ ആത്മസമർപ്പണം അനിവാര്യമാണ്. അതായത് സംശയം ഉണ്ടാവരുത് ഇതൊക്കെയാണ്. ആദ്യത്തെ മീരാകൃഷ്ണൻ എന്നുള്ള കാർഡാണ്. മീര എന്ന് പറഞ്ഞാൽ അറിയാലോ മീര ആരാണ്. ഭഗവാനെ എത്രയും സ്നേഹിച്ച, അതായത് അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ച ആളാണ് മീര. ഭഗവാന്റെ പ്രസൻസ് അധികം ഒന്നും മീരയ്ക്ക് കിട്ടിയിട്ടില്ല അല്ലെ. പാട്ടുപാടി ഗായികയായി നടന്ന ആളാണ് മീര. പക്ഷെ എന്നിരുന്നാലും ഭഗവാൻ ഉണ്ടോ ഇല്ലേ ഒന്നുമല്ല. അവള് അത്രയും എൻജോയ്മെന്റ് ആണ് ഭഗവാനെ വിചാരിച്ച് അത് ഭഗവാന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി നിന്ന ആളാണ് മീര. അപ്പൊ നിങ്ങൾ അതേപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടാവാം. ഇത് പാസ്റ്റ് കാർഡിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങള്.
എന്നാണ് പറയുന്നത്. നിങ്ങൾ അത്രയും അവരോട് ചേർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവൻ വരെ ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാണ്. കാരണം അവർ കുറച്ച് വിഷം കൊടുത്ത് നിങ്ങൾ കുടിച്ചു, അത് പാൽപ്പായസമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് പോയ്സൺ ബോട്ടിലാണ് കൊണ്ടുവന്ന് തരുന്നത്. എന്നിട്ട് അവർ നിങ്ങളോട് പറയുന്നത് പാൽപ്പായസമാണ് നീ കുടിക്കുക പറഞ്ഞാൽ നിങ്ങളെടുത്ത് കുടിക്കും. അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിരുന്നു നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പില്. അടുത്ത കാർഡിൽ എന്ന് പറയുന്നത് ദേവകി നന്ദൻ എന്നുള്ള കാർഡാണ്. അതിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അമ്മയെ പോലെ അല്ലെ, ദേവകി ആരാ? കണ്ണന്റെ അമ്മയാ. പ്രാധാന്യമേറിയ മാതൃസ്നേഹത്തിന് കൽപ്പിച്ചു നൽകിയ അതേ മൂല്യം ഈ ബന്ധത്തിൽ ഉടലെടുക്കുന്നു. അതായത് നിങ്ങൾ അതേപോലെയാണ്, ഭഗവാനും അമ്മയും പോലെ ദേവകി മാതാവും പോലെ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ അത്രയും ആത്മാർത്ഥമായി കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ അത്രയും സന്തോഷത്തോട് സമാധാനത്തോടു കൂടെ കൊണ്ടു നടന്നു, തോളിൽ കൊണ്ടു നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. തോളിലാണ് ഇപ്പൊ ഇതിൽ ഭഗവാൻ ഇരിക്കുന്നത്, അതേപോലെ തോളിലാണ് നിങ്ങൾ അവരെ ചുമന്ന് നടന്നത്. അതായത് നിങ്ങളെ അവരെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടന്നു എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. നിങ്ങൾ അങ്ങനെ കൊണ്ടു നടന്ന ഒരു പ്രണയമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? മധുസൂദനൻ 12ാമത്തെ കാർഡ്. നിങ്ങളുടെ വ്യക്തിബന്ധത്തിൽ മറ്റ് ചില ബന്ധങ്ങളാൽ ബന്ധനസ്ഥനാണ്. അപ്പൊ ഞാനത് പറയണ്ടല്ലോ, ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ. നിങ്ങളുടെ വ്യക്തി മറ്റു ചില ബന്ധങ്ങളാൽ ബന്ധനസ്ഥനാണ്. മറ്റു സ്ഥലങ്ങളുമായിട്ട് മറ്റു തേർഡ് പാർട്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് താളം തുള്ളുന്ന ആളായിരിക്കാം. നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആ ഒരു കർമ്മബന്ധത്തില് അവര് അധിഷ്ഠിതമായിരിക്കാം. സോറി. അപ്പോ എനിക്കിവിടെ ഇത് എടുക്കുന്ന സമയത്ത്, ഈ ഒരു കാർഡ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്റെ തൊണ്ടയുടെ രണ്ട് വശത്ത്, അതായത് കഴുത്തും തൊണ്ടയും കൂടെ ചേർന്ന് ജോയിനിങ് ആയി വരുന്ന ഒരു വശത്ത് നല്ല വേദനയുണ്ട്. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും അങ്ങനത്തെ അത്തരം വേദന അനുഭവിക്കുന്നവരായിരിക്കും. നിങ്ങൾക്ക് സങ്കടം വരുമ്പോഴാണ് നമുക്ക് ഈ കഴുത്തും തൊണ്ടയും കൂടെ വരുന്ന ഭാഗം വേദനിക്കുന്നത്. സാധാരണ ഇപ്പൊ ഞാൻ കാർഡ് എടുക്കണേ എനിക്കിപ്പോ സങ്കടം വരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എനിക്കിതിങ്ങനെ എന്തിനാന്നറിയില്ല, എനിക്ക് നല്ല കരച്ചില് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കാര്യം എന്താന്ന് അറിയണില്ല, പക്ഷെ നിങ്ങളെല്ലാവരും അങ്ങനെ ഇരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. എനിക്കും കാര്യമില്ലാതെ കരയാൻ തോന്നുന്നു പറയുമ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. കാരണം ഈ ഒരു കാർഡ് എടുത്തപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നത്. കാരണം ഇങ്ങനെയൊക്കെ സ്നേഹിച്ച ആള്, മീരയെ പോലെ ആത്മസമർപ്പണം ചെയ്ത ആള്, ദേവകി നന്ദനെ പോലെ അമ്മയെ പോലെ കൊണ്ടു നടന്ന ആള് മറ്റു ബന്ധത്തില് വ്യാപൃതമായി എന്ന് പറയുമ്പോ പിന്നെ ഞാൻ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എന്തിനാ വെറുതെ അത് പറയുന്നത്. ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെങ്കിൽ എന്തായാലും താഴെ ഇവിടെ കമന്റ് ഇടണം. എനിക്കും സത്യം പറഞ്ഞാൽ അപ്പോ വീഡിയോ നിർത്തണം തോന്നുന്നുണ്ട്, പക്ഷെ ഈ കാർഡുകൾ മുഴുവൻ വായിച്ചതിന് ശേഷം ഞാൻ നിർത്താം. മനസ്സിനെ നിയന്ത്രിക്കുക, അതാണ് ഏഞ്ചൽസ് പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാനാണ് പറയുന്നത്, കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതിനാണ് ആദ്യത്തെ കാർഡ് വന്നതും സെൽഫ് ഹീലിംഗിന്റെ കാർഡായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ എന്തിനെയോ ഭയപ്പെടുന്നു, അടുത്ത കാർഡ് അതാ വന്നിരിക്കുന്നത്. എന്തിനെയോ നിങ്ങൾ പേടിച്ചോണ്ടിരിക്കുക അല്ലെ? സത്യല്ലേ? അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അടുത്ത കാർഡ് വന്നിരിക്കുന്ന ശരിയായ സമയം നിങ്ങൾക്ക് വരും. ഒരു 10 ആഴ്ചക്കുള്ളിൽ, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു 10 മാസത്തിനുള്ളിൽ. 10 മാസം എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് ആണ്. എന്നിരുന്നാലും ഒരു വർഷമല്ലല്ലോ, അതിന് 2 മാസം കുറവില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ശരിയായ സമയം എന്തായാലും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ക്ലെയിം ചെയ്യുക. അതിൽ പോസിറ്റീവായി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ. പോസിറ്റീവായ കാര്യം എന്താ? നമ്മുടെ ഐശ്വര്യ ദേവതനെ പറ്റി പറഞ്ഞു, അതേപോലെ അഭയദേവിയുടെ കാര്യം പറഞ്ഞു. ശരിയായ സമയം വരേണ്ടത്. ഇതൊക്കെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്ത് എന്റെ വീഡിയോ തന്നെ ആവണം, എനിക്ക് ഇതിലേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് കൂടുതൽ ഇത് എനർജി കണക്ട് ആവും. കാരണം നിങ്ങളുടെ ആ എനർജി എന്നിലേക്ക് കണക്ട് ആവുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ഇതിലൂടെയാണ് നമുക്കത് കണക്ട് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്കോ ഷെയറോ കമന്റ് എന്ത് വേണമെങ്കിലും ഇടാം, യാതൊരു കുഴപ്പമില്ല. പേഴ്സണൽ കാർഡ് വരുന്നതായത് ഇത് ഫ്രീ കാർഡ് ഇല്ലേ ചോദിച്ചിട്ട് വരുന്നത്. ഫ്രീ കാർഡ് ഇപ്പൊ ഇല്ല, തൽക്കാലം നല്ല ഫ്രീ കാർഡ് എടുത്തതോടുകൂടി എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിർത്തിയതോട് കൂടിയിട്ടാണ് ഞാൻ ഹീലിംഗ് ആയത്. എനിക്ക് എന്റെ ഫൈനാൻസ് തിരിച്ചു വരാൻ തുടങ്ങി. അതുകൊണ്ട് ഫ്രീ കാർഡ് ഇല്ല കേട്ടോ. അപ്പൊ അത് ചോദിച്ചിട്ട് ആരും വരണ്ട. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ പറയാ. ഇപ്പൊ ഇതിലേതെങ്കിലും ടാരോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഒറാക്കിൾ കാർഡ്, ഇതിൽ ഏതെങ്കിലും കാർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. നന്ദി.